ഇതൊരു ബഡ്ജറ്റ് വാക്യൂം ക്ലീനർ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഒരു 1 ഇയറോളം ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇത് അഗ്വാരോൻ്റെ ഒരു വാക്യൂം ക്ലീനറാണ്. ഒരു 1600 റേറ്റിനകത്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വാക്യൂം ക്ലീനറാണ്. അത്യാവശ്യം റേറ്റിംഗ് കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് കറക്റ്റ് പ്രൈസിനായിട്ട് ഇട്ടിട്ടുണ്ട് 1581. ഇപ്പോഴത്തെ റേറ്റാണ് ആ കാണുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിനകത്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. ഒന്നാമത് ഇതിൻ്റെ ഒരു സെക്ഷൻ പവർ നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്കിത് വലിച്ചെടുക്കും. അത് നമുക്ക് അത് എടുത്തു പറയണം. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് പല ടൈപ്പിലുള്ള ബ്രഷ് കണക്ടറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ബ്രഷ് ടൈപ്പിലുള്ള ഒരു കണക്ടർ ഉണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മുടെ കാറിനകത്തൊക്കെ പൊടി കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും. ബ്രഷ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്തിട്ട് നമുക്കത് വലിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. എല്ലാം ഞാൻ ഇതിനകത്ത് ഈ ഒരു വീഡിയോനകത്ത് ഞാൻ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 5 മീറ്ററോളം ഉണ്ട്. അപ്പോൾ ഒരുവിധം ഡിസ്റ്റൻസ് അത് കവർ ചെയ്യും. നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 15 മിനിറ്റ് നിങ്ങളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഹീറ്റ് ആവുന്നുണ്ട്. നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു 15 മിനിറ്റ് നിങ്ങൾ അത്ര നല്ല ഹീറ്റ് ആവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ കാറിനകത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാറിനകത്താണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കാറിൻ്റെ പൊടി കാര്യങ്ങൾ അതൊക്കെ ക്ലീൻ ചെയ്യാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഹീറ്റാകുന്നതൊന്ന് നിങ്ങൾ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓവറോൾ ഇത്രയും നാളായിട്ട് ഈ സാധനം കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതുപോലത്തെ ഒരു എക്സ്റ്റൻഷനൊക്കെ കിട്ടും, നീട്ടമുള്ള. അത് നിങ്ങൾക്ക് എത്തില്ലാത്ത സ്ഥലത്ത്, കൈയൊന്നും ചെല്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ അതും ഒരു ബെനിഫിറ്റാണ്. പിന്നെ ഇതിനകത്ത് പറയേണ്ട വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഒരു ഫിൽറ്റർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഒരു പൊടിയൊക്കെ വന്ന് തട്ടി നിൽക്കുന്ന ഒരു ഫിൽറ്റർ ഉണ്ട്. അത് ഞാനിതുവരെയായിട്ടും മാറ്റിയിട്ടില്ല. അപ്പോൾ അത് കുറച്ച് പഴക്കമൊക്കെ ചെന്ന് അത് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉപയോഗിച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീത്തയായി തുടങ്ങും കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾക്കത് മേടിക്കാനുള്ള ഓപ്ഷൻ ഞാൻ ആമസോൺ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. അവർ ആ ഒരു ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിച്ചിട്ട് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ഈ ഒരു ബഡ്ജറ്റ്, അതായത് ഒരു 1600 റേറ്റിനകത്ത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വേറെ ഉണ്ടോ എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല. എനിക്ക് അന്ന് തോന്നിയ സാധനം ഞാൻ മേടിച്ചു. അതിൻ്റെ ഒരു റിവ്യൂ ഇത്രയും നാൾ കൊണ്ട് പറയണം തോന്നി. അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണിത്. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നെറ്റിലും കാര്യങ്ങളും ആമസോണും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ ആ ഒരു ബഡ്ജറ്റിനകത്ത് കാറ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഇത്. നിങ്ങൾക്ക് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. എനിക്കിത് അത്യാവശ്യം കൊള്ളാൻ തോന്നി. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുപോലെയുള്ള ബഡ്ജറ്റ് കാര്യങ്ങളാണ് ഞാൻ കൂടുതലും വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.